ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ ട്യൂട്ടോറിയൽ jQuery ട്യൂട്ടോറിയൽ ഫോർ ബിഗിനേഴ്സ് ആണ്. jQuery എന്ന് പറഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ലൈബ്രറിയാണ്. അതായത് മുന്നത്തെ ട്യൂട്ടോറിയൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് പഠിച്ചു. ആ ജാവാസ്ക്രിപ്റ്റ് വളരെ സിമ്പിളായിട്ട് എഴുതിയിട്ടുള്ള കോഡിംഗ് സ്റ്റൈലാണ് jQuery. നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് എന്തൊക്കെ ചെയ്യാറുണ്ടോ സെയിം കാര്യങ്ങൾ തന്നെയാണ് jQuery ഉപയോഗിച്ചും ചെയ്യാറ്. അപ്പോൾ jQuery ചെയ്യുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് എൻ്റെ ടെക്സ്റ്റ് എഡിറ്ററിൽ ഞാൻ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, jQuery എന്ന് പറഞ്ഞിട്ട്. അതിലൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്, നോർമലി ഇൻഡെക്സ് ഡോട്ട്. ഓക്കെ, jQuery ചെയ്യണമെങ്കിൽ നമുക്ക് 3 കാര്യങ്ങൾ അറിയണം. ഒന്ന് HTML അറിഞ്ഞിരിക്കണം, രണ്ടാമത്തേത് CSS അറിഞ്ഞിരിക്കണം, മൂന്നാമത്തേത് ജാവാസ്ക്രിപ്റ്റ് അറിഞ്ഞിരിക്കണം. ഈ 3 കാര്യങ്ങളും അറിയാത്തവർ എൻ്റെ ട്യൂട്ടോറിയലുണ്ട്. ഈ 3 ടെക്നോളജീസിൻ്റെ ട്യൂട്ടോറിയൽസിൽ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നോക്കി പഠിച്ചിട്ട് വേണം jQuery പഠിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ jQuery നമ്മൾ ഒരു വെബ്സൈറ്റിൽ ആഡ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് jQueryക്ക് ഒരു ലൈബ്രറി ഫയൽ ഉണ്ട്. അത് നമ്മളെ HTML പേജിൽ ഇൻക്ലൂഡ് ചെയ്യണം. അത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് 2 മെത്തേഡിൽ jQuery നമ്മളെ HTML ആഡ് ചെയ്യാം. ഒന്ന്, jQueryൻ്റെ ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മളെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ സെർവറിലാണെങ്കിൽ വെച്ചിട്ട് അതിൻ്റെ പാത്ത് ആഡ് ചെയ്യുന്ന രീതിയിൽ. അല്ലെങ്കിൽ നമുക്ക് CD എന്നുള്ളൊരു മെത്തേഡ് കിട്ടും. വേറെ ഏതെങ്കിലും വെബ്സൈറ്റിൽ ചെയ്ത സാധനം നമ്മളതിൽ ആഡ് ചെയ്താൽ മതി. ഇതിൻ്റെ CDN ഗൂഗിളെല്ലാം കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഗൂഗിളിൻ്റെ CDN ആഡ് ചെയ്യാം. ഇത് ഈ jQuery മിക്കവാറും ഇങ്ങനെയാവും വരിക. അതിൻ്റെ വെർഷന് jQuery മിനിമൈസ് ചെയ്ത് jQuery ഇത് ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ jQuery നമ്മളെ HTML പേജ് വർക്ക് ചെയ്യുള്ളൂ. പിന്നെ വേണ്ടത്, jQueryക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സിൻടാക്സ് ഉണ്ട്. അത് നമ്മൾ സാധാരണ ജാവാസ്ക്രിപ്റ്റ് ആടുന്ന പോലെ ആഡ് ചെയ്യണം. ഇങ്ങനെ ജാവാസ്ക്രിപ്റ്റ് ചെയ്യുമല്ലോ, അതുപോലെ ഒരു ഓപ്പൺ ക്ലോസ് ടാഗ് ഓപ്പൺ ചെയ്യണം. jQuery നമുക്ക് വേണമെങ്കിൽ വെബ്സൈറ്റിൻ്റെ എവിടെയും വേണമെങ്കിൽ എഴുതാം. ഹെഡറിലോ ഫൂട്ടറിലോ എവിടെ എഴുതാം. ഞാൻ കുറച്ച് HTML നിന്ന് മാറി ഫൂട്ടറിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. എവിടെ ആഡ് ചെയ്താലും അത് വർക്ക് ചെയ്യും. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ താഴെയാണ് ആഡ് ചെയ്യുന്നത്. ഈ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഈ സിൻടാക്സ് എന്തായാലും വേണം. അതുകൂടാതെ വേറെ ഒരു സിൻടാക്സ് കൂടി ഉണ്ട് jQueryക്ക്. ഇതാണ് ഈ സിൻടാക്സ്. document.ready ഫംഗ്ഷൻ ആഡ് ചെയ്യണം. അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഫംഗ്ഷൻ വെച്ച് ഇത്രയും ആഡ് ചെയ്താൽ മതി. ഇത് പുതിയ ഇതിൽ വന്നാണ്, പുതിയ വെർഷനിലെല്ലാം വന്നാണ്. അത് നമ്മൾ ആ സിൻടാക്സ് എന്തായാലും ഇവിടെ ആഡ് ചെയ്യണം. ഡോളർ document.ready അതിൻ്റെ ഉള്ളിൽ ഫംഗ്ഷൻ. ഇങ്ങനെ ഒരു സിൻടാക്സ് എഴുതിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് ബാക്കിയുള്ള നമ്മൾ jQuery കോഡെല്ലാം എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് jQueryയിൽ എങ്ങനെ ഒരു പ്രിന്റ് അലേർട്ട് കൊടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. സാധാരണ ജാവാസ്ക്രിപ്റ്റിൽ ചെയ്യുന്ന അത് തന്നെയാണ് ചെയ്യേണ്ടത്. ജസ്റ്റ് അലേർട്ട്, ഞാൻ വെൽക്കം ടു മലയാളം കൊടുക്കണേ. പ്രവർത്തിക്കുന്നത് അലേർട്ടിന്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അതിൻ്റെ ഫയല് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാണ്, ക്രോമിൽ ഓപ്പൺ ചെയ്യാണ്. കണ്ടോ, വെൽക്കം ടു വെബ് മലയാളം വരുന്നുണ്ട്. അത് അലേർട്ട് കൊടുത്തുകൊണ്ടാണ് ആ പ്രിന്റ് വരുന്നത്. അത് സെയിം കാര്യം തന്നെയാണ്. ജാവാസ്ക്രിപ്റ്റിൽ പ്രിന്റ് കൊടുക്കുന്ന അതേ രീതി തന്നെയാണ്
ഇതിലും കൊടുക്കുക. ജസ്റ്റ് നമുക്ക് ഇത്രയും സിൻടാക്സ് വേണമെന്ന് മാത്രം. പിന്നെ അടുത്തതായി ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. നമുക്കൊരു ടെക്സ്റ്റ് ഇതിൽ ആഡ് ചെയ്യാം, എന്നിട്ട് അതെങ്ങനെ ഹൈഡ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ഡിവിഷൻ ഓപ്പൺ ചെയ്യാണ്, അതിൻ്റെ ക്ലാസ് കൊടുക്കുകയാണ്. ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ള ക്ലാസ് കൊടുക്കാം. ഓക്കെ, അതിൻ്റെ കുറച്ച് ഡമ്മി ടെസ്റ്റ് കൊടുക്കുക. ഓക്കെ, അതിൻ്റെ ഇടയിൽ ഞാനൊരു ബട്ടൺ കൊടുക്കുകയാണ്. നമുക്ക് ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങനെ ടെക്സ്റ്റ് ഹൈഡ് ചെയ്യാൻ നോക്കാം. നമുക്ക് ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് വരുന്നത്. എത്ര ടെക്സ്റ്റ് കൊടുത്തു, ക്ലിക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങനെ അത് ഹൈഡ് ചെയ്യാൻ നമുക്ക് നോക്കാം. അതിന് എത്ര എഴുതുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് ഡോളർ, പിന്നെ അതിൻ്റെ ഉള്ളിൽ ബട്ടൺ കൊടുക്കുക. ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴല്ലേ ബട്ടൺ. പിന്നെ എന്താണ് ഇവന്റ്, നമ്മളിവിടെ ക്ലിക്കാണ്. ഒരുപാട് ഇവന്റ് ഉണ്ട്, മൗസ് ഓവർ, അങ്ങനെ ഒരുപാട് ഡബിൾ ക്ലിക്ക്, അങ്ങനെ ഒരുപാടുണ്ട്. നമ്മൾ ക്ലിക്ക് ആയതുകൊണ്ട് ക്ലിക്ക് കൊടുത്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നെ എന്ത് ഫംഗ്ഷൻ, അതുകൊണ്ട് ഫംഗ്ഷൻ കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ഫംഗ്ഷൻ ഉണ്ടാക്കുക. അതായത് ആ ബട്ടൺ എന്നുള്ള ടാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് വേണ്ടത് നമുക്ക് ഈ ടെക്സ്റ്റ് എന്നുള്ള ക്ലാസ് ഹൈഡ് ആവുകയാണ്. അപ്പൊ ഡോളർ വെച്ചിട്ട് തുടങ്ങുന്നുണ്ട്. ഡോളർ ക്ലാസ് ആയത് കൊണ്ട് ഡോട്ട് കൊടുക്കണം. നമ്മൾ അത് ഐഡി ആണെങ്കിൽ നമ്മൾ ഹാഷ് ആണ് കൊടുക്കുക. ഇത് ക്ലാസ് ആയതുകൊണ്ട് ഡോട്ട് ടെസ്റ്റ്. പിന്നെ ഡോട്ട് ഹൈഡ് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട് ഇതിൽ ഹൈഡ് ചെയ്യാൻ. ഓക്കെ, സെമിക്കോളാണ്. അപ്പൊ ഒന്ന് റെഡി നോക്കാം ബ്രൗസറിൽ. ഹൈഡായി. അടുത്ത നമുക്ക് ഹൈഡിന് പകരം അതിന്റെ കളർ എങ്ങനെ മാറ്റി നോക്കാം. കളർ മാറ്റാൻ jQueryയിൽ CSS-നെല്ലാം ഡോട്ട് CS ഫംഗ്ഷൻ കൊടുക്കുന്നുണ്ട്. CS കൊടുക്കുക. എന്നിട്ട് ഡബിൾ കോട്സിൻ്റെ ഉള്ളിൽ കളർ എന്താണോ നമുക്ക് പ്രോപ്പർട്ടി വേണ്ടത് അത്, പിന്നെ കോമ, വീണ്ടും ഓപ്പൺ ചെയ്തിട്ട് ഞാൻ റെഡ് കൊടുക്കണം കളർ. ഓക്കെ, ഈ സെമി കോളം വെച്ച് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്കൊന്ന് ബ്രൗസറിൽ റൺ ചെയ്ത് നോക്കാം. ഓ കണ്ടോ, കളർ മാറും. ഇതുപോലെ ഫോണ്ട് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. കളർ വേണം, ബാക്ക്ഗ്രൗണ്ട് വേണം. അപ്പൊ രണ്ട് പ്രോപ്പർട്ടി വേണം നമുക്ക്. അപ്പൊ എങ്ങനെ രണ്ടെണ്ണം എഴുതുക എന്നുള്ളത് ഈ CS ഫംഗ്ഷൻ എടുക്കുക. പിന്നെ അതിൻ്റെ ഉള്ളിലൊരു ബ്രേസ് ഓപ്പൺ ചെയ്യുക. രണ്ട് ഫംഗ്ഷൻ, രണ്ട് പ്രോപ്പർട്ടി വേണമെങ്കിൽ അറേ ഓപ്പൺ ചെയ്യുക, അറേ ക്ലോസ് ചെയ്യുക. എന്നിട്ട് കോമയ്ക്ക് പകരം ഇത് കോളം നമ്മൾ CS കൊടുക്കുന്ന പോലെ കൊടുക്കുക, കളർ റെഡ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ കോമ കൊടുക്കുക, ബാക്ക്ഗ്രൗണ്ട് ആണ് വേണ്ടത്. ബാക്ക്ഗ്രൗണ്ട്, അത് കഴിഞ്ഞിട്ട് കോളൻ കൊടുക്കുക. പിന്നെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് വേണ്ടത് വെച്ചാൽ നമുക്ക് കൊടുക്കാം, ഗ്രീൻ കൊടുക്കാം. ഓക്കെ, ഇനി റൺ ചെയ്ത് നോക്കാം. റിഫ്രഷ് ചെയ്യാണ്. കളർ മാറണം, ബാക്ക്ഗ്രൗണ്ട് മാറണം. ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, കളർ മാറി, ബാക്ക്ഗ്രൗണ്ട് മാറി. അത് ഇങ്ങനെ CSS-ന്റെ എല്ലാ പ്രോപ്പർട്ടി ഇതേപോലെ കൊടുക്കാൻ കഴിയും jQueryയിൽ. വളരെ സിമ്പിളാണ്, ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റും. ഇനി അടുത്തായി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു എക്സാമ്പിൾ കാണിക്കുന്നത്, നമുക്ക് രണ്ട് ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്തിട്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ, ഒരു ബട്ടൺ കൊടുത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ മൂന്നാമത്തെ ടെക്സ്റ്റ് ബോക്സിൽ അതിൻ്റെ ആഡ് ചെയ്തിട്ട് രണ്ട് വാല്യൂ ആഡ് ചെയ്തിട്ട് റിസൾട്ട് കാണിക്കണം. അതെങ്ങനെയാണ് ചെയ്യാൻ ഞാൻ കാണിക്കാം. ആദ്യം നമുക്ക് 3 ടെക്സ്റ്റ് ബോക്സ് ഉണ്ടാക്കാം. ടൈപ്പ് ടെക്സ്റ്റ് ബോക്സ്, അങ്ങനെ ടെക്സ്റ്റ് കൊടുക്കുകയാണ്. അതിനൊരു ID ആണ്. ഓരോന്നും നമുക്ക് വേറെ കിട്ടാൻ വേണ്ടിയിട്ട് ID ഒന്നിനെ കൊടുത്തു. ഞാൻ ഇൻപുട്ട്
ബോക്സ് ഞാൻ കോപ്പി ചെയ്തിട്ട് മൂന്നാമത്തെ ഉണ്ടാക്കുകയാണ്. രണ്ടാമത്തേന് ബി എന്ന് ID കൊടുത്തു, മൂന്നാമത്തേന് സി എന്ന് കൊടുത്തു. ഇത് പ്ലസ് ചെയ്യുമ്പോൾ ഈക്വൽ ടു എങ്ങനെ HTML എങ്ങനെ വന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം. കണ്ട ഈ 1ഉം 2ഉം പ്ലസ് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് ഇവിടെ വരണം. പഴയ നമ്മളെ ബട്ടൺ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് പേര് മാറ്റി ആഡ് എന്ന് കൊടുക്കുന്നുണ്ട് ഇവിടെ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, എയും ബിയും കൂട്ടണം. അപ്പോൾ ഞാൻ ഒരു വേരിയബിള് ചെയ്യാണ് വാർ, ജസ്റ്റ് ജാവാസ്ക്രിപ്റ്റിൽ വേരിയബിൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ സം ഈക്വൽ ടു, പിന്നെ ചെയ്യേണ്ടത് നമുക്ക് വാല്യൂ നമ്പേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് പാർസ് ഫ്ലോട്ടോ കൊടുക്കണം. ഇത് കൊടുത്തില്ലെങ്കിൽ അഡീഷന് പകരം കൺകാറ്റിനേഷൻ ആവും. നമ്മൾ 1+1 കൊടുത്താൽ 11 വരും. അപ്പോൾ പാർസിന്റെ കൊടുക്കുകയാണ്. പാർസിന്റെ അതിൻ്റെ ഉള്ളിൽ നമ്മളെ ടെക്സ്റ്റ് ബോക്സിന്റെ വാല്യൂ എടുക്കുകയാണ്. അപ്പോൾ ടെക്സ്റ്റ് ബോക്സിന്റെ ID കൊടുക്കുന്ന അതിന്റെ ID A ആണ്. അപ്പോൾ ഞാൻ അവിടെ A കൊടുത്തു. അത് കഴിഞ്ഞിട്ട് .val എന്നുള്ള ഫംഗ്ഷൻ എടുക്കണം വാല്യൂ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി പ്ലസ് രണ്ടാമത്തെ അതേപോലെ കൊടുക്കണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് കോപ്പി ചെയ്യാണ്, അതിന്റെ പേര് മാറ്റാണ്. ബി എന്നാണ് അതിന്റെ ID, രണ്ടാമത്തെ ബി. ഓക്കെ, അപ്പോൾ നമ്മൾ എയും ബിയും ആഡ് ചെയ്തിട്ട് അതിന്റെ വാല്യൂ ഒരു സം എന്നുള്ള വേരിയബിൾക്ക് എടുത്ത്, ഇനി മൂന്നാമത്തെ ഇതിൽ നമ്മൾക്ക് കൊടുക്കണം. അതിന് മൂന്നാമത്തെ പേരെടുക്കുക, $C ആണ് ID. അതിന്റെ .val മൂന്നാമത്തെ വാല്യൂ എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കുക. അതിൻ്റെ ഉള്ളിൽ സം എന്നുള്ള വേരിയബിൾ കൊടുത്താൽ മതി. അതായത് ഫസ്റ്റ് 1, 2 ആഡ് ചെയ്തൊരു വേരിയബിൾ കിട്ടും. ഞാൻ വേരിയബിള് മൂന്നാമത്തെ വാലിനുള്ളതിൽ കൊടുത്തു. കുറച്ച് ചെയ്താൽ മതി. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സേവ് ചെയ്തിട്ട് പേജ് റിഫ്രഷ് ചെയ്യാണ്. ഞാൻ 1 കൊടുത്തു, 1 ആഡ് കൊടുക്കുകയാണ്. 102 വന്നു. ഞാൻ ഇവിടെ 10 കൊടുക്കുകയാണ്. കണ്ടോ, 1 + 10 11 വന്നു. കണ്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ jQuery വളരെ സിമ്പിളായി ജാവാസ്ക്രിപ്റ്റ് ചെയ്യാനുള്ള ലൈബ്രറിയാണ്. നമുക്ക് ജാവാസ്ക്രിപ്റ്റ് കൊണ്ട് ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും jQueryയിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം നമ്മൾ നീണ്ട ഒരു കോഡ് എഴുതേണ്ടി വരും. jQuery ആകുമ്പോൾ വളരെ കുറച്ച് മതി. അപ്പോൾ ഇത്രയാണ് jQueryന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ആ കൂട്ടുകാർ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് കമന്റ് ബോക്സിൽ ചോദിച്ചോളൂ, ഞാൻ മറുപടി തരാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.